മൈ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആസ്പത്രിയിലേക്കാണ്. നമ്മൾ അതിനു കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവാണ്. മരുന്നുകളെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്നും കൂടി കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസം ഇന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയി കാണിച്ചേക്കാന്ന് ഓർത്ത്. സ്കൂളൊക്കെ തുറക്കുമല്ലേ, നമ്മളൊരു ഉച്ച പൊളിച്ചാണ് പോണത്. എന്താണെന്ന് വെച്ചാൽ രാവിലെ അവിടെ ചെന്ന അമ്മാതിരി തിരക്കാണ്, ഇരുന്നിരുന്ന് ചടക്കും. പിന്നെ ഇവളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ ഉച്ചക്ക് പോണതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ചെന്ന പാടെ തന്നെ അവളുടെ കലാപരിപാടീസൊക്കെ തുടങ്ങി. കസേര കയറ്റം, പിള്ളേരെ തോണ്ടലെല്ലാം. രാവിലെ അങ്ങോട്ട് വീണപ്പോൾ കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ മറക്കല്ലേ എന്ന് എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ഇരുന്ന് വെച്ച് വെള്ളം ഞാൻ എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും അറിയാണ്ട് കാണിച്ചു കൊടുത്തു പോയി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മാറിയിട്ടില്ല. വന്നവർക്കും പോണവർക്കൊക്കെ വെള്ളം എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ടോക്കൺ വിളിച്ച് ഡോക്ടറെ കാണാൻ കയറി. ഡോക്ടർ വിശേഷങ്ങളൊക്കെ തിരക്കി മരുന്നെല്ലാം തന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് വിഷമം ഗൈസ്, എന്താ ചെയ്യാല്ലേ. പിന്നെ അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കി. അവിടെയും അമ്മാതിരി തിരക്കായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഫുഡെല്ലാം കിട്ടിയത്. അതിനൊരു പേസ്ട്രി ഓർഡർ ചെയ്ത് ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇവളെൻ്റെ പാത്രത്തിൽ കൈയിട്ട് വരാൻ വേണ്ടി വരുമെന്ന്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഗൈസ്. കുറച്ച് കേക്ക് കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പിന്നെ എനിക്കിനി ബിരിയാണി മതി എന്നും പറഞ്ഞിട്ട് എൻ്റെ പാത്രത്തിൽ അവൾ കൈയിട്ട് വരാൻ വന്നതാണ് ഗൈസ്. കൈയിട്ട് വാരിയതും പോരാഞ്ഞിട്ട് എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി കഴിക്കണത് എന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്നെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനൊരു ബേക്കറിയിൽ കയറിയിട്ട് അവളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലെ കാശ് മുഴുവൻ അവൾ തീർത്തിട്ട് അതിനുള്ള ചിരിയാണ് അവളായിരുന്നു ചിരിക്കണത്. ഓക്കേ, അങ്ങനെ നമ്മൾ ചെന്നുടനെ മഴയും പെയ്തു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.